അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Happy or sad? Happy or sad? Happy? ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്കറിയൂല എന്ത് ഞാനിവിടെ നിൽക്കാൻ യോഗ്യനാണ് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഞാനെങ്ങനെ അവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ് എനിക്കിന്ന് ഈ ഒരു വേദി ഇവിടെ ഒരുക്കി തന്നത്. എന്താ കാര്യം? അറിയണ്ടേ? അറിയണം. ഇന്നൊരു കാര്യം ഞാൻ ചെയ്തൊരൊറ്റ പ്രവൃത്തി, ചാരിറ്റി എന്ന ഒരൊറ്റ പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ കാര്യം എടുത്തു പറയല്ല. ഞാൻ എന്താ ചെയ്തതറിയോ? മൂന്ന് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള കുറച്ച് സ്ഥലവും ഒരു പാർപ്പിടവും ഉണ്ടാക്കി കൊടുത്തു. ചാരിറ്റി അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ചെയ്തത്. എൻ്റെ കയ്യിലുള്ള എനിക്ക് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 5 ഞാൻ മാറ്റിവെച്ച് പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റിക്ക് നൽകി, അവർക്ക് കൊടുത്തു. നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ. നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ കാണുന്നവർ, നമുക്കറിയാം. നമ്മുടെ ആരായിരുന്നു? നമ്മുടെ എം എ യൂസുഫ് അലി സാഹിബ്. അറിയില്ല? യൂസുഫ് അലി സാഹിബിനെ അറിയില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ആരായിരുന്നു യൂസുഫ് അലി? ഈ ഫസ്റ്റ് വൺ ആരായിരുന്നു? യൂസുഫ് അലി സാഹിബ് ആരായിരുന്നു? എങ്ങനെ? പാവങ്ങളെ സഹായിക്കുന്ന ആളായിരുന്നു. ഗുഡ്. പാവങ്ങളെ സഹായിക്കുന്ന ആളായിരുന്നു യൂസുഫ് അലി സാഹിബ്. ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ദീർഘായുസ്സ് നൽകട്ടെ. യൂസുഫ് അലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അറിയില്ലേ? ഇൻസ്റ്റഗ്രാമിൽ റീലും ബ്ലോഗ് ചെയ്യുന്ന ആളുകളൊക്കെ എടുത്തു പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്. യൂസുഫ് അലി സാഹിബ്, ശ്രീ എം എ യൂസുഫ് അലി സാഹിബ് ചെയ്ത ഒരൊറ്റ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം അത് അവിടെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വാക്കാലും പ്രവൃത്തിയാലും സൈൻ ചെയ്തു കൊടുത്തു. അതാണ് യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം ചെയ്തത് ചാരിറ്റിയാണ്. എന്താ ചെയ്തത്? അംഗവൈകല്യമുള്ള കുട്ടികൾക്ക്, മുതുകാട് മജീഷ്യനായിരുന്നു മുമ്പ്, ഇപ്പോ വലിയ ഇൻസ്പയർ ആളായിക്കൊണ്ടിരിക്കുകയാണ്. മുതുകാട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോവുകയും ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ക്ഷണം സ്വീകരിച്ച് എത്തി അവിടെയുള്ള കുട്ടികൾക്ക് 1 കോടിയോ 1.5 കോടിയോളം രൂപ ചാരിറ്റിയായി പ്രഖ്യാപിച്ചു എം എ യൂസുഫ് അലി സാഹിബ്. അത് ജീവിക്കുമ്പോൾ മാത്രമല്ല ചെയ്തത്. ആ ഫാൻ്റെ അടുത്തായിരിക്കുന്ന ഹലോ, ഇയാളെ വിളിക്ക്. പേരെന്താ? നിബ്ഹാൻ. യൂസുഫ് അലി അറിയില്ലേ? യൂസുഫ് അലി, എം എ യൂസുഫ് അലി പണക്കാരനാണ്. അങ്ങനെ ആവണ്ട. ആഗ്രഹം നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല? പണക്കാരനാവാൻ ആഗ്രഹമില്ല? പോട്ടെ, ആഗ്രഹമില്ലേ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ചാരിറ്റി ചെയ്താൽ ഉപകാരം എന്താ അറിയോ? അള്ളാഹു നിങ്ങൾക്ക് 10 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിലൊരു 5 രൂപ നിങ്ങൾ മാറ്റിവെച്ചാൽ, അതിൽ ബാക്കി 5 നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്താൽ അള്ളാഹു അതിന് നിങ്ങൾ നൽകിയതിന്റെ ഇരട്ടി ഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ അറിയാതെ അള്ളാഹു നിങ്ങൾക്ക് തരും. The charity does not decrease wealth. That's a point. എന്താ? The charity does not decrease wealth. ചാരിറ്റി നിങ്ങളുടെ സമ്പത്തിനെ ഒരിക്കലും കുറയ്ക്കുകയില്ല. പേരെന്താ? നസീൽ. മാഷാഅല്ലാഹ്, അടിപൊളി പേര് നസീൽ. The charity does not decrease wealth. ചാരിറ്റി ഒരിക്കലും
നിന്നെ തളർത്തുകയില്ല. നിന്റെ പണത്തെ പണമല്ലേ മുഖ്യം അല്ലേ? പണമാണ് മുഖ്യം. എല്ലാവർക്കും ജീവിക്കാൻ പണം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ചാരിറ്റി ചെയ്താൽ മതി. പാവങ്ങളെ സഹായിക്കുക, പാവങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുക. നമ്മുടെ മദർ തെരേസ അറിയോ? മദർ തെരേസ അറിയുന്ന ആരാളുള്ളത്? അറിയോ? ആരായിരുന്നു മദർ തെരേസ? എങ്ങനെ? വാണ്ടർഫുൾ. കൽക്കട്ടക്കാരിയായിരുന്നു മദർ തെരേസ എന്ന് പറയുന്ന മദർ തെരേസ കൽക്കട്ടക്കാരിയായിട്ട് പോലും ഇന്ത്യ എന്നല്ല മദർ തെരേസ ചെയ്തത്. ജാതി മത ഭേദ വർഗമന്യേ മുഴുവൻ ആളുകൾക്കും തൻ്റെ ജീവൻ പണയം വെച്ച് കൊടുത്തു. മദർ തെരേസ എന്ന് പറയുന്ന അമ്മ ചെയ്തത് തൻ്റെ ജീവൻ പണയം വെച്ച് കൊടുത്തു. ജീവൻ കൊടുത്തു പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ സ്വത്ത്, അവരുടെ കാര്യങ്ങൾ, അവരുടെ മുഴുവൻ കാര്യങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകി മദർ തെരേസ. പറഞ്ഞു വരുമ്പോൾ ഒരാള് അദ്ദേഹം മുസ്ലിമാണ്, അവനക്ക് കൊടുക്കണ്ട. ഹൈന്ദവനാണ്, അവനക്ക് കൊടുക്കണ്ട എന്നല്ല മദർ തെരേസ ചെയ്തത്. പോട്ടെ, മദർ തെരേസ കൊടുത്തു. തൻ്റെ കയ്യിലുള്ള ജീവനും സമ്പത്തും മുഴുവൻ കാര്യങ്ങളും മദർ തെരേസ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു. അതായിരുന്നു മദർ തെരേസ. അങ്ങനെയാവണം നമ്മൾ. നമുക്ക് കിട്ടുന്നതിൻ്റെ പകുതി മറ്റൊരാൾക്ക് കൊടുക്കുക. മറ്റൊരാൾ വീണ്ടും ഞാൻ പറയട്ടെ, MA യൂസുഫ് അലി സാഹിബ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇത്രയും വലിയ നിലയിലെത്തണമെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരൊറ്റ കാര്യം, അദ്ദേഹം തനിക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ റമലാനിൽ നോമ്പുണ്ടല്ലോ മുസ്ലിങ്ങളെ, നോമ്പ് അറിയില്ലേ? റമലാൻ കാലത്ത് അദ്ദേഹം കേരളത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും 2 ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയത്. ചാരിറ്റി നൽകിയത് 2 ലക്ഷം. നോമ്പ് തുറക്കാൻ നൽകിയത് എത്ര ലക്ഷം? ഷാദിനല്ലായിരുന്നോ? ഷാദിൻ എത്ര ലക്ഷം? യെസ്, 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുവോ? നമുക്കൊരാൾ 2 ലക്ഷം തന്നെ നമ്മൾ കൊടുക്കുവോ? ഇതാരാ? പേരെന്താ? പേരെന്താണ്? സോറി. അടിപൊളി. 2 ലക്ഷം രൂപ. സോറി, 2 ലക്ഷം കൊടുത്ത്. 2 രൂപ അല്ല, 2 ലക്ഷം. ആ 2 ലക്ഷം കൊടുത്തു. അതിന്റെ എത്രയോ ഇരട്ടി അദ്ദേഹത്തിന് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നൽകട്ടെ, ഏറ്റി നൽകട്ടെ. ഞാനത് പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ ചെയ്ത ഒരൊറ്റ പ്രവൃത്തിയുടെ പേരിലാണ്. ഞാൻ വീണ്ടും പറയും, ഞാൻ എടുത്തു പറയുകയല്ല, ഞാൻ ചെയ്തൊരൊറ്റ പ്രവൃത്തി ചാരിറ്റി നൽകി എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കഥ ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ സുഹൃത്ത് അനസ്, അതുപോലെ ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന യാസീൻ കൊടുവള്ളി അറിയോ? അറിയോ? പിന്നെ ഇപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വർക്ക് ചെയ്തിരിക്കുന്ന സുഹൈൽ അറിയോ? സുഹൈൽ കാവന്നൂർ അറിയില്ലേ? അദ്ദേഹമായിട്ടൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്യായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഒരു കാര്യം പറയാ, ഞാൻ ആ യാത്രയിൽ പോവേണ്ടതായിരുന്നു. ഞങ്ങൾ ആ യാത്രയിൽ നിന്ന് പോവേണ്ടതായിരുന്നു. അതിനൊരൊറ്റ കാര്യം, ഞങ്ങളിങ്ങനെ വയനാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മല പൊട്ടി വീണു. ജസ്റ്റ് മിസ്. കാറ് കടന്നു, തൊട്ട ബാക്കിൽ മല പൊട്ടി വീണു. കഴിച്ചിലായി. എനിക്ക് ആ സമയത്ത് മനസ്സിലായി, ഞാൻ ചെയ്ത ഒരൊറ്റ പ്രവൃത്തിയുടെ പേരിലാണ് ദൈവം, അല്ലാഹു ഒരൊറ്റ പ്രവൃത്തിയുടെ പേരിലാണ് എന്നെ കഴിച്ചിലാക്കിയത്. അതെന്താ കാരണം എന്നറിയോ? ഞാൻ ഇനിയും ജീവിക്കണം. ഞാൻ ഇനിയും ജീവിച്ചാലേ ഇനി പാവങ്ങൾക്ക് സന്തോഷമാവുകയുള്ളൂ. അതുകൊണ്ട് അതിലൂടെ എനിക്കും സന്തോഷമാകും, പാവങ്ങൾക്കും സന്തോഷമാകും. 2 സന്തോഷ ചാരിറ്റിയിലൂടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ആരും ചടഞ്ഞിരിക്കണ്ട, ചാരിറ്റി ചെയ്യുക. നിങ്ങൾക്കൊന്നും കുറയുന്നില്ല. ചാരിറ്റിയിൽ എന്തോ കുറയുണ്ടോ? നിങ്ങൾക്ക് എന്തോ കുറയുണ്ടോ? പറയ്. ഹാപ്പി ഓർ സാഡ്? ഹാപ്പി. ആരെങ്കിലും ഇങ്ങനെ സങ്കടമല്ലോ, നടക്കില്ല. അങ്ങനെ ആരും ഇരുന്നിട്ട് കാര്യമില്ല. അമ്മ എപ്പോഴും തുള്ളി ചാടിയിരിക്കുക. അതാ ഇദ്ദേഹം പേരെന്തായിരുന്നു? ഷിനാസ്.
അദ്ദേഹത്തിന് ചിരിയാണില്ല നിങ്ങള്, ചിരി വണ്ടർഫുൾ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, എപ്പോഴും ചിരിക്കുക, എപ്പോഴും ചിരിക്കുക. എന്നിട്ട് അവർക്ക് ചിരിയിലൂടെ നിങ്ങൾ സംഭാവന നൽകുക. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്യണം. നിങ്ങളിതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കോരി തരിച്ചു നിൽക്കും. പക്ഷെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താകും? അത് പോവരുത്. അവിടെയാണ് നമ്മളെ പോയിന്റ് കടന്നു വരുന്നത്. പോവരുത്. ജീവിതത്തിൽ എപ്പോഴും ഈ ഒരൊറ്റ കാര്യം, ചാരിറ്റി എന്നുള്ളത് മുറുകെ പിടിക്കുക. എത്ര പാവങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര പാവങ്ങളാണ് ഭക്ഷണം ലഭിക്കാതെ. പാവപ്പെട്ട കുടുംബക്കാര്, പാവപ്പെട്ട മക്കളെ വലുപ്പം എന്താ ഇത്രേ ഉണ്ടാവുള്ളൂ. അവിടെ ബാക്കിൽ കേൾക്കുന്നുണ്ടോ? ഇത്ര വലുപ്പമുള്ളൂ. അവർ ഭക്ഷണം കിട്ടാതെ ഇരിക്കുക. അവർക്കൊക്കെ കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. വേണ്ട, നിങ്ങൾ എന്തെങ്കിലും കല്യാണോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. നമ്മളിങ്ങനെ ചടഞ്ഞിരിക്കരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ ചടഞ്ഞിരിക്കുക. എനിക്ക് ചാരിറ്റിക്കൊന്നും കഴിയൂല, ഞാനില്ല പരിപാടി, അതിനായിട്ട് നടക്കുക, ചടപ്പ് വരും, അതിന് നിൽക്കരുത്. നിങ്ങൾ ആവേശത്തോടെ ഏറ്റെടുക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഞാനൊരിക്കൽ ചെറുപ്പത്തിൽ ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക, അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഇവിടെ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കയ്യും കെട്ടി ഇവിടെ പോകും, ഒന്ന് തട്ടി കൊടുക്കും, അവർക്ക് ബോൾ ഓൻ കൊടുത്താള്. ഞാനില്ല കളിക്കാനില്ല. അപ്പം എന്നോട് തൊട്ടടുത്ത് ഇപ്പോൾ എന്തായിരുന്നു പേര്, ഷൗക്കത്ത്, അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലെ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഷൗക്കത്ത് എൻ്റെ അടുത്ത്, ഞാൻ അദ്ദേഹത്തെ മുത്തു എന്നാണ് വിളിക്കുക. മുത്തു എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് വിഷയം? കളിക്കില്ലേ? എന്നാൽ നമുക്കൊരു പരിപാടിയുണ്ട്, ഒരു ചെറിയൊരു പണിയുണ്ട്, നമുക്ക് ഈ ഫുഡൊന്നും ആ പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ലീവ് പോയിക്കോ. ഇതാ ഫുഡ് ഉണ്ട് കൊടുക്കല പരിപാടി, വേറെ പണിയൊന്നും ഇല്ലേ? അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു. പിന്നീട് ഞാൻ ചോദിച്ചു, ഷൗക്കത്തെ, മുത്തോ, അനക്ക് എന്താണ് ഇത്രയും ഉത്സാഹം? പറഞ്ഞു, നീ ഒരൊറ്റ വട്ടം ചെയ്താൽ മതി, നിനക്കതിൻ്റെ ഉത്സാഹവും ഉത്ബോധവും അതിൻ്റെ ബോധവും ആഹ്ലാദവും സന്തോഷവും മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു. ഒരൊറ്റ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. ഷിനാസ് കേൾക്കുമ്പോ നിർത്തിവെക്കാൻ കഴിയില്ല എനിക്ക്. ഞാനങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ചെയ്തു കൊടുത്തു. നിർത്തിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് ചെയ്തു കൊടുത്തു. അവർക്ക് സന്തോഷമായി, എനിക്കും സന്തോഷമായി. അല്ലാഹു നിലനിർത്തട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാനൊന്നും ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല. അതുപോലെ 1% പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊന്നും 1% പോലും ചെയ്തിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ഞാനൊരു 1% പോലും ചെയ്തിട്ടില്ല. ഇതിലൊക്കെ കൂടുതൽ ചെയ്യുന്ന, ചാരിറ്റി നടത്തുന്ന ആളുകൾ ഉണ്ട്. എന്താണ് പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ, ശ്രീ നാരായണ ഗുരു പറഞ്ഞു വെച്ചിട്ടില്ലേ, ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹിന്റെ ദൂതൻ പറഞ്ഞു, സ്വതക്ക നിങ്ങളെ ആപത്തിന് തടയും. അത് സത്യമാണ്. തടയും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല സ്വാലി. നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. ഒന്ന് ആവേശത്തിൽ ഇരിക്കുക. ഒന്ന് അതാണ് ആളാരാ ആ വൈറ്റിന്റെ നേരെ മുമ്പിൽ? പേരെന്താ? പേര് ആശിർ. കമോൺ. ഒരു കാര്യം കാണിച്ചു തരാം. അവനെ സന്തോഷിപ്പിക്കാനുള്ള ഒരൊറ്റ കാര്യം. ഏതാലേ റാഹത്തല്ലേ? പേരെന്താ? എവിടെ വീട്? എവിടാ? നീലഗിരിയോ?
തമിഴനാണ്. ആ ചിരിയിലാണ് കാര്യം. ഞാൻ കൊടുത്തില്ലേ, ആ ചിരിയിലാണ് കാര്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓക്കെ, താങ്ക് യു. ആ ചിരിയിലാണ് കാര്യം. നമ്മൾ പാവപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക, നമ്മൾ സംഭാവന നൽകുക, നമ്മൾ ചാരിറ്റി നൽകുക, അതിലൂടെ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുക. ആ ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കിട്ടുന്നതിൽ വെച്ച് പകുതി സംഭാവന ചെയ്യുക. ഇങ്ങനെ ചടഞ്ഞിരിക്കരുത്. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് ആവേശാക്കി ചാരിറ്റി ചെയ്യുക എന്ന് മാത്രം. ചാരിറ്റി ചെയ്യില്ല, ഇനി എല്ലാവരും കിട്ടുന്നതിൽ പകുതി എല്ലാവരും കൊടുക്കൂലേ? സെറ്റല്ലേ? ഓക്കെ, perfect. Okay, attitude at the back, attitude at the back. Perfect. Okay. Thank you so much. Assalamu alaikum.